ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്, കുറേ നാളുകൾക്ക് ശേഷം അല്ലേ. ആൻഡ് ഈ മേക്കപ്പ് ലുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം കലബാർ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേക്കപ്പ് ലുക്കിൻ്റെ ഒപ്പം ഞാൻ ഈ കലബാർ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റിവ്യൂ കൂടി പറയണതായിരിക്കും. അപ്പോൾ ഓരോരോ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയണേക്കാളും നല്ലതല്ല, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് മേക്കപ്പ് ലുക്കും പിന്നെ റിവ്യൂവും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ കലബാർ എന്ന് പറയുന്നത് ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇത് കടകളിലും ഈസിലി അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ്. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഡിസ്കൗണ്ടിൽ കിട്ടും. ആൻഡ് ആദ്യം തന്നെ മേക്കപ്പ് തുടങ്ങണേക്കാളും മുമ്പ് ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ മുഖം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലെൻസർ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് ഫേസ് വാഷാണ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് വെച്ച് കഴുകിയാലും മതി. പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് മേക്കപ്പ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ഫിനിഷ് ഉണ്ടാവുക. സോ ഞാൻ ഈ ക്ലെൻസിങ് മിൽക്ക് മുഖത്ത് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ട് കോട്ടൺ പാഡ് വെച്ച് തുടച്ച് മാറ്റുകയാണ്. ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലോണം അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മുഖത്തുനിന്ന് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഞാനൊരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇത് VLCCയുടെ ഹണി മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ആവും, പെട്ടെന്ന് സ്കിന്നിൻ്റെ അകത്തേക്ക് പോവും. ആൻഡ് ഓയിലി അല്ല ഒട്ടും. അപ്പോൾ ഓയിലി ആണെങ്കിൽ മേക്കപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ആകെ നാശമാവും. സോ അങ്ങനെ നോക്കുമ്പോൾ മേക്കപ്പിൻ്റെ താഴെ ഇടാൻ പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ സൺസ്ക്രീൻ ഞാനിവിടെ ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഫുൾ ഓൺ റിവ്യൂ സൺസ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള എല്ലാം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഞാൻ മുകളിൽ ഇപ്പോൾ ഒരു ഐ ബട്ടൺ കാണും, ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വരും കേട്ടോ. ആൻഡ് ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്, സൺസ്ക്രീൻ നമ്മൾ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണ പോലെ സ്കിന്നിലേക്ക് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു ലെയറായിട്ട് നമ്മുടെ മുഖത്ത് നിന്നാൽ മതി, വെയിലടിക്കുമ്പോൾ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. സോ ഞാനിവിടെ ഫസ്റ്റ് ഉപയോഗിക്കുന്ന കലബാറിൻ്റെ പ്രൈമറാണ്. മേക്കപ്പ് തുടങ്ങണേക്കാളും മുമ്പ് പ്രൈമർ എല്ലാവർക്കും അറിയാം. പ്രൈമർ നമുക്ക് സ്കിന്നിന് അതായത് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് സ്മൂത്ത് ആക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മേക്കപ്പിനെ കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യാനും അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് നമ്മുടെ സ്കിന്നിനകത്തേക്ക് കടക്കാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ പ്രൈമർ ഡെഫിനറ്റ്ലി നല്ലോണം നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മേക്കപ്പിനെ കുറേ കൂടി നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് നല്ല പോപ്പുലർ ആയിട്ടുള്ള പ്രൈമറാണ്, ആയിരുന്നു ആക്ച്വലി. ഇപ്പോൾ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ കുറേ കൂടി അധികം പ്രൈമേഴ്സ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ബ്ലൂ ഹെവൻ്റെ പ്രൈമർ ഉണ്ടല്ലോ, അതിപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്പായിട്ടാണ് പറയണത്. ഇനി അടുത്തത് ഞാൻ കൺസീലർ ഉപയോഗിക്കുന്നത് കളർ ബാറിൻ്റെ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാകെ 3 കൺസീലറേ ഉള്ളൂ. ആൻഡ് ഡാർക്കസ്റ്റ് ഷെയ്ഡ് എനിക്ക് സൂട്ട് ആവാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ കയ്യിൽ ഇല്ല. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് LA Pro കൺസീലറാണ്. ആൻഡ് LA Pro കൺസീലറിൻ്റെ ഫുൾ ഓൺ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. എഗെയിൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഞാൻ കാർട്ടിലിടാം, അപ്പോൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് എനിക്ക് മുഖക്കുരു വന്നിട്ടുള്ള പാട് എവിടെയാണുള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ണിൻ്റെ മീതിയും താഴെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് ഒരു ഫുൾ ഓൺ ബേസ് മേക്കപ്പിലേക്കൊക്കെ പോവുകയാണേക്കാളും നല്ലത് ഒരു കൺസീലർ എടുത്തിട്ട് നമുക്ക് പ്രശ്നമുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മുടെ ബേസ് മേക്കപ്പ് ഒലിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനും പറ്റും. പിന്നെ എനിക്കറിയാം കുറേ പേർക്ക് സിമ്പിൾ മേക്കപ്പാണ് ഇഷ്ടം, അങ്ങനെയുള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണിത്. പിന്നെ ഞാൻ കോമ്പാക്ട് പൗഡറിന് യൂസ് ചെയ്യുന്നത് ഈ കളർ ബാറിൻ്റെ കോമ്പാക്ട് പൗഡറാണ് ഇൻ ഷെയ്ഡ് ടാൻ. എഗെയിൻ ഇത് ഡാർക്കസ്റ്റ് ഷെയ്ഡാണ് എങ്കിൽ പോലും എനിക്ക് ഒരു പൊടിക്ക് ഇത് ലൈറ്ററാണ്. എന്നെക്കാളും ഒരു സ്കിൻ ടോൺ ലൈറ്റർ ആയിട്ടുള്ള ഒരാൾക്കാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുക. സോ എൻ്റെ സ്കിൻ ടോൺ അതേപോലെ എന്നെക്കാളും ഡീപ്പർ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് ഇത് സൂട്ട് ആവില്ല. ഇത് നിങ്ങൾക്ക് തന്നെ കാണാം, എനിക്കൊരു കുറച്ച് വൈറ്റ് ഇതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്കിതൊരു പെർഫെക്റ്റ് മാച്ച് അല്ല. ആസ് എ കോമ്പാക്ട് പൗഡർ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ സ്കിൻ ടോണിന് ഇത് മാച്ച് ആവുന്നില്ല. അടുത്തത് കളർ ബാറിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ കാജലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറാണ്, വാട്ടർ പ്രൂഫൊക്കെയാണ്, നല്ല സ്മൂത്താണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ലോണം രസമായിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യും. ചില കാജൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് കളറൊക്കെ ആയിരിക്കും, പക്ഷേ ഭയങ്കര ഹാർഡായിരിക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ നല്ലോണം പ്രഷർ കൊടുക്കേണ്ടി വരും. ഇത് അതൊന്നും വേണ്ട, നല്ല
സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പരക്കൊന്നുമില്ല പെട്ടെന്ന്. പിന്നെ അതേപോലെ സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ല സ്മോക്കിയായി ഒക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് സ്മഡ്ജ് ചെയ്യാനുള്ളൊക്കെ സമയം കിട്ടും. ഞാനിവിടെ ഇപ്പോൾ ഈ കാജൽ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ടൈറ്റ് ലൈൻ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ മീതെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് വിരലുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെറിയതായിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ കാജൽ ലുക്കാണ് കേട്ടോ. എന്നിട്ട് ഈ കാജൽ സ്മഡ്ജ് ആവാണ്ടിരിക്കാൻ, അതായത് പരക്കാണ്ടിരിക്കാൻ, നമ്മൾ കോമ്പാക്ട് പൗഡർ നമുക്ക് ചെറിയ ഫിംഗറിൽ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഈ കാജലിന് തൊട്ട് താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗഡർ ഒരു തടിയായിട്ട് നിൽക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് സ്മഡ്ജ് ആവില്ല. ഇനി അടുത്തത് ഈ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്, കളർ ബാറിൻ്റെ ഐലൈനർ. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് ഫെൽറ്റ് ലൈനറാണ്. ഇതിൻ്റെ കണ്ണിൻ്റെ അകത്തേക്ക് പോയി, അതാണ് ഈ എക്സ്പ്രഷൻ. ഫെൽറ്റ് ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ലാക്മേയുടെയും ഒക്കെ നമ്മളുടെ സാധാരണ ലിക്വിഡ് ലൈനേഴ്സിൻ്റെ ബ്രഷ് എങ്ങനെയാണ് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കില്ലേ, ഇത് ഭയങ്കര സ്റ്റിഫാണ്. ഇതിപ്പോൾ ഒരു പെൻ ഐലൈനറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ബ്രഷാണ് ഇതിന്. ചിലർക്കിത് വളരെ കംഫർട്ടബിളാണ് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ബിഗിനേഴ്സിന്, തുടക്കക്കാർക്കൊക്കെ നല്ലത് ഇതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര കംഫർട്ടബിൾ അല്ല. എനിക്ക് സാധാരണ ബ്രഷ് തന്നെയാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രഷ് കംഫർട്ടബിൾ ആണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആസ് എ ഐലൈനർ നല്ല ഐലൈനറാണ്, അതായത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, കുഴപ്പമൊന്നുമില്ല. നല്ല കളറാണ്, പിന്നെ നല്ല പിഗ്മെൻറ്റേഷനാണ്. അതായത് ഒരു തവണ വരയ്ക്കുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളറ് വരും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐലൈനറാണ്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഒരു കുഞ്ഞി വിങ് വരച്ചു കൊടുത്തു. ആദ്യം ഒരു വാല് വരച്ചു കൊടുത്തതിന് ശേഷം നടുക്കിന്ന് തുടങ്ങി ജോയിൻ ചെയ്യുകയാണ് ചെയ്യണത്. പിന്നെ കണ്ണിൻ്റെ താഴെയും ഒരു പകുതി വരെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കളർ ബാറിൻ്റെ മസ്കാര ഇല്ല, അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ്, ഈ ഐലൈനർ വെച്ചിട്ടാണ് കൺപീലിയുടെ തൊട്ട് റൂട്ട്സ് മുതലല്ല, കൺപീലിയുടെ മുകളിലായിട്ട് അവസാനിക്കുന്ന അവിടെ മാത്രം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെന്നെ ഞാൻ അടുത്ത കണ്ണിൽ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലോസപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു എഡിറ്റിംഗ് ട്രൈ ചെയ്ത് നോക്കിയത്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ലുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ പറയൂ കേട്ടോ, ഇത് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത്. ഇങ്ങനത്തെ എഡിറ്റിംഗ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഇനി മേക്കപ്പ് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലോസപ്പ് ലുക്ക് കിട്ടുമല്ലോ. അങ്ങനെ അപ്പോൾ നേരത്തെ പോലെ തന്നെ ഞാൻ ഇങ്ങനെ വാല് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത്തവണ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നടുക്കുന്നാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നടുക്കുന്ന് വരച്ചിട്ട് പിന്നെയാണ് വാല് വരച്ചത്. സോ നമ്മുടെ കംഫർട്ടബിലിറ്റിയാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും കൂടുതൽ കംഫർട്ടബിലിറ്റി ആയിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതേപോലെയാണ് എൻ്റെ ബ്രഷ് ഉള്ളത്. ഭയങ്കര സ്റ്റിഫായിട്ട് ഇങ്ങനെ കൂർത്ത പോലെ നിൽക്കും. സോ ഇനി അവസാനം ഞാൻ ജസ്റ്റ് രണ്ട് കണ്ണും കൂടി നോക്കിയിട്ട് ഒരേപോലെ അല്ലേ നോക്കിയിട്ട് എവിടെയാണ് കുറച്ച് കുറവും കൂടുതലുള്ള വെച്ചാൽ അതൊന്ന് ശരിയാക്കി എടുക്കുകയാണ്. ഇനി ഞാൻ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് പൊട്ട് വന്നത്. ചെറിയ ഒരു കറുപ്പ് തൊടെയാണ്, നിങ്ങൾ കാണില്ലേ, നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ കളറ് നല്ല ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ എൻ്റെ നെയിൽ പെയിൻറ്റും കളർ ബാറിൻ്റെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് നല്ല നെയിൽ പെയിൻ്റാണിത്. ഇരുനിറക്കാർക്കും ഡീപ്പർ സ്കിൻ ടോണിലുള്ളവർക്കും ഒക്കെ ചേരുന്ന ഒരു നെയിൽ പെയിൻ്റാണ്, നെയിൽ പോളിഷാണ്, നല്ലതാണ്. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സും ഉണ്ടാവും. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിന് ഈ പീച്ച് കളറിലെ ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് യൂഷ്വലി ഞാൻ ന്യൂഡ്സ് മാത്രം ഇടുന്ന ആളാണ്, പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമായി. എഗെയിൻ ഇതും ഇരുനിറക്കാർക്കും ഡീപ്പർ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക്കാണ്. ഇങ്ങനത്തെ ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തിനൊരു തെളിച്ചം ഉണ്ടാവും, കുറച്ചുകൂടി ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവും. ഇതൊരു കോറലിഷ് പീച്ചിഷ് കളറാണ്. കോറലും ഒരു പിങ്കും കൂടിയിട്ടൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ്. നല്ല മാറ്റ് ഫിനിഷാണ്, നല്ല കളറാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു 3 to 4 മണിക്കൂർ എന്തായാലും ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഇത് കളർ ബാറിൻ്റെ സിന്ദൂറാണ്. ഇത് മെറൂൺ കളറിലുള്ളത്. ഞാൻ സിന്ദൂരം ഇടാറില്ല, വല്ലപ്പോഴും വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ ഇടാറുള്ളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കളർ ബാറിൻ്റെ എല്ലോണ്ട് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേക്കപ്പ് ലുക്ക് സിമ്പിളായിരുന്നു, പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഒക്കെ ഈ ചുരുങ്ങിയ സമയത്തിൽ പറയാൻ പറ്റാവുന്ന അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്ടമുണ്ടെച്ചാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.